ദുബായിലേക്ക് ഇലക്ട്രിക് ബസ്സുകൾ ഉൾപ്പെടെ 250 പുതിയ ബസ്സുകളെത്തി. നേരത്തെ കരാർ ഒപ്പിട്ട 735 മൾട്ടിസൈസ് ബസ്സുകളുടെ പട്ടികയിലാണ് 250 എണ്ണം എത്തിയത്. യൂറോപ്യൻ ലോ കാർബൺ എമിഷൻ സ്റ്റാൻഡേർഡ് യൂറോ 6 പാലിക്കുന്ന അത്യാധുനിക ബസ്സുകളാണിത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ദൈനംദിന യാത്രയ്ക്ക് പൊതുഗതാഗതം ഉപയോഗിക്കാൻ താമസക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ദുബായ് കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കിയത്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പുതിയ ഇലക്ട്രിക് ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകളുടെ വിവരം പ്രഖ്യാപിച്ചത്. യൂറോപ്യൻ ലോ കാർബൺ എമിഷൻ സ്റ്റാൻഡേർഡ് യൂറോ 6 പാലിക്കുന്ന 735 മൾട്ടി സൈസ് ബസ്സുകൾ വാങ്ങുന്ന കരാറിന് കീഴിലാണിത്. ഇതിൽ 250 ബസ്സുകൾ എത്തിക്കഴിഞ്ഞു. നേരത്തെ 40 ഇലക്ട്രിക് ബസ്സുകൾക്ക് കരാർ നൽകിയിരുന്നു. 2050 വർഷത്തോടെ പൊതുഗതാഗതത്തിലെ കാർബൺ പുറന്തള്ളൽ 100% കുറയ്ക്കുകയാണ് RTA ലക്ഷ്യമിടുന്നത്. ദുബായിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ബോർഡ് ചെയർമാനായ ഡയറക്ടർ ജനറൽ മത്രൽ തായർ ബസ്സുകൾ പരിശോധിച്ചു. ദുബായിയുടെ പ്രവർത്തന സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ബസ്സുകൾ നിർമ്മിച്ചത്. 280 കിലോമീറ്റർ വരെ ഒറ്റ ചാർജിങ്ങിൽ ഉപയോഗിക്കാനാകും. റീചാർജ് ചെയ്യുന്നതിനായി ഡിപ്പോകളിലേക്ക് ബസ് മടങ്ങാതെ ദൈനംദിന സേവനങ്ങൾ പൂർത്തിയാക്കാനും സഹായിക്കും. 434 കിലോ വാട്ട് ബാറ്ററി ശേഷിയെ 360 കിലോ വാട്ട് ചാർജ് ചെയ്ത് പിന്തുണയ്ക്കുന്ന സേവനമാണിത്. ഒരേ സമയം 70 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ബസ്സിൽ 360 ഡിഗ്രി ക്യാമറ സംവിധാനവുമുണ്ട്. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.